എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗുൽമയും ഗോക്കുവും ആമയും അവര് മൂന്ന് പേരും ഇപ്പൊ കടൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആമയെ കടലിൽ എത്തിക്കുക, അതാണ് ഗോക്കുവിന്റെ ലക്ഷ്യം. ഗുൽമയ്ക്കാണെങ്കിൽ അതിൽ തീരെ താല്പര്യമില്ല. കാരണം അവളുടെ ലക്ഷ്യം ആ ഒരു ഡ്രാഗൺ ബോൾസ് ആണ്. സോ അവളുടെ ടൈം അത് വേസ്റ്റ് ആവുകയാണെന്നുള്ള വിഷമത്തോടു കൂടെ അവൾ അങ്ങനെ നടക്കും. അവർ അല്പസമയം മുൻപോട്ടേക്ക് പോകുമ്പോൾ ഒരു ഭീകരം കരടി, അതാണെങ്കിൽ വലിയൊരു സ്ക്വാഡുമായിട്ട് അവർക്ക് നേരെ ചാടി വരികയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. ആ കരടിയാണെങ്കിൽ വായിൽ വെള്ളമൂറി ഇപ്പോ നമ്മുടെ ആൾക്കാരോട് ആവശ്യപ്പെടും, മര്യാദയ്ക്ക് ആ ആമയെ അതിനെനിക്ക് വിട്ടതാ, എനിക്ക് കടലാമയെ ഒരുപാട് ഇഷ്ടമാണ്, സോ എനിക്കിന്ന് അതിനെ കശാപ്പ് ചെയ്ത് തിന്നണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടാം. പെണ്ണാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഇപ്പൊ അവനോട് പറയും, നീ എത്രയും വേഗം ആ ആമയെ അതിന് കൊടുത്തേക്ക്, അതല്ല എങ്കിൽ അത് നമ്മളെ എല്ലാവരെയും കൊന്നു തള്ളും. പക്ഷെ ഗോക്കു ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഈ ആമയെ ഞാൻ നിനക്ക് വിട്ടു തരില്ല, എനിക്കിതിനെ സേഫ് ആയിട്ട് കടലിൽ എത്തിക്കണം. അത് കേട്ട് കൺട്രോൾ പോയ കരടി അതിന്റെ സ്ക്വാഡ് എടുത്ത് ഗോക്കുവിനെ ആഞ്ഞു വെട്ടും. ഗോക്കു ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിനെ വെട്ടിത്തിരിപ്പിച്ച് ദൂരേക്ക് ചാടി മാറുകയാണ്. സ്ക്വാഡ് ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് തറച്ചു കയറും. അത് കണ്ട ഗോക്കു അവൻ എടുത്ത് ചാടി വന്ന് ആ കരടിയുടെ മൂക്കിൽ കയറി ഇരിക്കും. അതിനുശേഷം അതിന്റെ നെറ്റിയിൽ ഒരു പഞ്ച്, ആ ഒരു പഞ്ചിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കൗട്ടായി താഴേക്ക് വീഴും. ഗുൽമയ്ക്കാണെങ്കിൽ ഭയങ്കര അതിശയം, ഓ നോ, ഈ ഗോക്കുവിന് ഇവന് ഇത്രയധികം പവർ ഉണ്ടായിരുന്നോ? അവളാണെങ്കിൽ വണ്ടടിച്ച് ഗോക്കുവിനെ തന്നെ നോക്കും. അതിനുശേഷം എന്തോ അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കടൽക്കരയിൽ എത്തിയിരിക്കുകയാണ്. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. കാരണം അവന്റെ ലൈഫിൽ അവൻ ആദ്യമായിട്ടാണ് ഒരു കടൽ കാണുന്നത്. ഇവിടെ ആമയ്ക്കും ഒരുപാട് സന്തോഷം, കാരണം അതും ഇപ്പൊ തിരികെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ആമയാണെങ്കിൽ ഇപ്പൊ അവരോട് രണ്ടുപേരോടും താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്കൊരു അല്പസമയം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് അത് ഞാൻ കൊണ്ടുവരാമെന്ന് പറയും. ഗുൽമയാണെങ്കിൽ അപ്പൊ തന്നെ പറയും, അയ്യോ ഇല്ല, ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തിരികെ പോകണം. പക്ഷെ ആമയാണെങ്കിൽ അത് കേട്ട് നിൽക്കാതെ അവിടുന്ന് അങ്ങനെ കടലിലേക്ക് പോവാണ്. കട്ട് ചെയ്താ ബീസ്റ്റിനെ കാണിക്കും. ബീസ്റ്റ് ആണെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് മുൻപിൽ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ആ ജനങ്ങൾ എല്ലാവരും തന്നെ ബീസ്റ്റിനെ കണ്ട് തല വണങ്ങും. അതിനുശേഷം ആ ഒരു ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവന്റെ മാൻഷനിലേക്ക് വരും. ആളാണെങ്കിൽ ആ പെണ്ണിനോടും ഡോഗിനോട് ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്താൻ കഴിഞ്ഞോ? അതിനാ ഡോഗ് പറയും, ഇല്ല, അത് സത്യത്തിൽ ഒരു തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു. ഞങ്ങൾ കണ്ട തിളങ്ങുന്ന വസ്തു അതൊരു കുറുക്കൻ്റെതാണ്. ഒന്നല്ല, ഒരുപാട് കുറുക്കന്മാർ അവിടെ ഉണ്ട്. മാത്രമല്ല ബാലുള്ള കൊരങ്ങൻ ചക്കൻ അവനും ഞങ്ങളെ അറ്റാക്ക് ചെയ്തെന്ന് പറയും. ആ മോൺസ്റ്ററിനാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടും. എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങളുടെ എക്സ്ക്യൂസ് അതൊന്നും കേൾക്കാൻ. എത്രയും വേഗം എനിക്ക് ആ ഡ്രാഗൺ ബോൾസ് അത് നിങ്ങൾ സംഘടിപ്പിച്ച് തന്നേ പറ്റൂ. എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കാൻ വയ്യ. അതേസമയം ഇപ്പൊ ആ ഒരു ബീസ്റ്റിന് ഒരു കോള് വരികയാണ്. ഓപ്പോസിറ്റ് ഉള്ള ആള് എന്തോ ഒരു കാര്യം പറയും. അത് കേട്ട് ഹാപ്പി ആയിട്ട് ആള് കോള് കട്ട് ചെയ്യും. ഒരു ഡ്രാഗൺ ബോൾ ഞാൻ കണ്ടെത്തി, തൊള്ളത് ആ ടെർട്ടിൽ ഹെർമിലാണ്. എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് ആ ഒരു ഫ്ലൈറ്റ് എടുത്ത് അവിടേക്ക് ഫ്ലൈ ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ ഗുൽമവും ഗോക്കുവും അവർ രണ്ടുപേരും ഒരുപാട് നേരമായി ആമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും ആമയാണെങ്കിൽ ഒരു എൽഡറുമായി അവിടേക്ക് കടന്നു വരും. ആമയാണെങ്കിൽ നമ്മുടെ ചക്കനെ ചൂണ്ടിക്കാണിക്കും, അവനാണ് എന്നെ സേവ് ചെയ്തത്. ഹെർമിറ്റ് അപ്പൂപ്പനാണെങ്കിൽ ഇപ്പോ ഗോക്കുവിന്റെ അടുത്തേക്ക് വന്ന് പറയും, താങ്ക് യു, ആമയെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയും കടപ്പാടും നിങ്ങളോടുണ്ട്. അതിനായി നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി ഗിഫ്റ്റ് തരാൻ പോവാണെന്ന് പറഞ്ഞ് അപ്പൂപ്പനാണെങ്കിൽ ആളുടെ ആ സ്റ്റിക്ക് അത് മുകളിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറയും, മരണമില്ലാത്ത ഫിനിക്സ് പക്ഷി, നീ എത്രയും വേഗം ഇവിടേക്ക് വരണം. നമ്മുടെ ആൾക്കാരെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കും. ആ സമയത്തായിരിക്കും ആമ അപ്പാപ്പനോട് പറയുക, ഫിനിക്സ് ബേർഡ് അത് കഴിഞ്ഞ മാസമാണ് ഫുഡ് പോയിസൺ വന്ന് ചത്തുപോയത്, സോ മറ്റെന്തെങ്കിലും ഇവർക്ക് പ്രസന്റ് ആയിട്ട് കൊടുക്കണം. ഉടനെ അപ്പാപ്പനാണെങ്കിൽ ഒരു യെല്ലോ ക്ലൗഡിനെ അവിടേക്ക് കൊണ്ടുവരും. അതിനുശേഷം അപ്പാപ്പനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഈ ക്ലൗഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും. ഇതിന്റെ പുറത്തു കയറി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടാനുസരണം സഞ്ചരിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ ഇതിന്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യാനായിട്ട് കഴിയൂ. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പാപ്പൻ അതിലേക്ക് ചാടിക്കയറും. പക്ഷെ അടുത്ത നിമിഷം കറങ്ങി അടിച്ച് താഴെ വീഴും. ഓ നോ, ഇതെന്തു പറ്റി ഇങ്ങനെ? ഒരുപക്ഷെ എന്തെങ്കിലും ഗ്ലിച്ചായിരിക്കും എന്ന് പറഞ്ഞ് അവർ അതിലേക്ക് തന്നെ നോക്കും. അത് കണ്ട് ഗോക്കു ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ അതിന്റെ അടുത്തേക്ക് വന്ന് പറയും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാം, തീർച്ചയായിട്ടും എനിക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ എടുത്തു ചാടും. നമ്മുടെ ചെറുക്കനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് ലാൻഡ് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഫ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ആ ബീസ്റ്റും ആ ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും ആ അപ്പാപ്പൻ ടെർട്ടിൽ ഹെർമിറ്റ് ആള് താമസിക്കുന്ന വീടിന്റെ അടുത്തേക്ക് വരികയാണ്. നമുക്ക് എത്രയും വേഗം ഈ വീട് അരിച്ചു പെറുക്കി ആ ഒരു ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തണം.
അവരാണെങ്കിൽ നൈസായിട്ട് ആ ഡോർ നോക്ക് ചെയ്യും. പക്ഷെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഓപ്പോസിറ്റ് നിന്ന് ആരും തുറക്കില്ല. ഇതാണ് പറ്റിയ അവസരം. ഈ വീട്ടിൽ ആരുമില്ല, നമുക്ക് എത്രയും വേഗം ഡോർ തുറന്ന് അകത്തേക്ക് കയറി അതെടുക്കണമെന്ന് പറയും. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ഫേക്ക് കീ അതവൻ എവിടെയാണ് വെച്ചതെന്ന് അല്പസമയം ആലോചിക്കും. അത് വെച്ച സ്ഥലം കണ്ടെത്തി അവൻ ആ കീ ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ വെറുതെ ജനലൊന്നും തല്ലിപ്പൊളിക്കേണ്ട ആവശ്യമില്ല, ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ആ ഡോർ പിടിച്ച് വലിക്കും. പക്ഷെ അവൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അവനെ കൊണ്ട് ആ ഡോർ ഓപ്പൺ ആക്കാൻ കഴിയില്ല. അപ്പോഴായിരിക്കും നമ്മുടെ പെണ്ണും ഡോഗും അവർ രണ്ടുപേരും ആ ജനൽ ഓപ്പൺ ചെയ്ത് വീടിന്റെ അകത്ത് നിൽക്കുന്നത് അവൻ കാണാം. ആ പെണ്ണാണെങ്കിൽ ആ ബീസിനോട് പറയും, സത്യത്തില് ഈ ഡോറും വിൻഡോയും ഒക്കെ ഓപ്പൺ ആയിരുന്നു, നിങ്ങളിപ്പോ ആ ഒരു ഡോറ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബീസിനാണെങ്കിൽ അത് കേട്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല. അവനാണെങ്കിൽ ചമ്മി ഐസായിട്ട് അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ഗോകു അവൻ ഹാപ്പി ആയിട്ട് ആ ഒരു ക്ലൗഡിന്റെ മുകളിൽ അങ്ങനെ ട്രാവൽ ചെയ്യാണ്. അവൻ അങ്ങനെ അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഹെർമിറ്റ് അപ്പൂപ്പന്റെ അടുത്തേക്ക് വരും. താങ്ക് യു വെരി മച്ച്, എനിക്ക് ഈ ക്ലൗഡ് അത് ഒരുപാട് ഇഷ്ടമായെന്ന് പറയും. അപ്പൂപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതുപോലെ ഗോകു അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കണ്ട് ഭയങ്കര അത്ഭുതം. സത്യത്തിൽ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു, നിന്നെ കൊണ്ട് ഇത് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയും. അത് കേട്ട് ഗോകു ആണെങ്കിൽ വീണ്ടും ഒരുപാട് ഹാപ്പിയായി അതുപയോഗിച്ച് അങ്ങനെ പറന്ന് നീങ്ങുകയാണ്. ബുൽമയ്ക്കാണെങ്കിൽ കുറച്ച് അസൂയാവും. സോ അവള് അപ്പൂപ്പനോട് ചോദിക്കും, ഇതുപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നൂടെ. ഉടനെ ഹെർമിറ്റ് അപ്പൂപ്പനാണെങ്കിൽ ആമയോട് ചോദിക്കും, ഇവൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നെ സഹായിച്ചോ? ആമയാണെങ്കിൽ തീർത്തു പറയും, ഇല്ല, ഇവൾ എന്നെ സഹായിച്ചിട്ടില്ല. അത് കേട്ട് ബുൽമയാണെങ്കിൽ ഷോക്കായിട്ട്, ഓ നോ, നിനക്ക് ഉപ്പുവെള്ളം തന്നത് ഞാനാണ്, അത് ഇത്ര വേഗം നീ മറന്നുപോയോ? അപ്പൂപ്പനാണെങ്കിൽ അവരുടെ തർക്കം അവസാനിപ്പിക്കും. അതിനുശേഷം അവളോട് പറയും, നിന്റെ പാൻറ്റീസ് അതെനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഞാൻ ഗിഫ്റ്റ് തരാമെന്ന് പറയാണ്. അത് കേട്ട് അവൾക്കാണെങ്കിൽ വല്ലാത്ത ഷോക്ക്. ആമയാണെങ്കിൽ അപ്പൂപ്പനോട് ദേഷ്യപ്പെട്ട് പറയും, വെറുതെ അല്ല നിങ്ങൾക്ക് ആ ക്ലൗഡിന്റെ മുകളിൽ കയറാൻ കഴിയാതിരുന്നത്, നിങ്ങളുടെ മനസ്സ് അതൊട്ടും നല്ലതല്ല. അതിനുശേഷം അപ്പാപ്പനും ആമയും അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് തർക്കം. ഗുൽമയാണെങ്കിൽ അവരുടെ തർക്കം അവസാനിപ്പിക്കും. നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എന്റെ പാൻറ്റീസ് കാണിച്ചു തരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ പാവാട പൊക്കി ഇപ്പൊ പാൻറ്റീസ് കാണിക്കും. കൺട്രോൾ പോയ അപ്പൂപ്പന്റെ മൂക്കിലൂടെ ബ്ലഡ് താഴേക്ക് വരികയാണ്. ഗുൽമ പെണ്ണാണെങ്കിൽ കൊഞ്ചി കുറുവി ഇപ്പൊ അവളുടെ ഗിഫ്റ്റ് ചോദിക്കും. അപ്പാപ്പനാണെങ്കിൽ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന് കാര്യമായിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും ഗുൽമ അപ്പാപ്പന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഡ്രാഗൺ ബോൾ കാണുക. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അതെനിക്ക് തന്നൂടെ. അതിന് അപ്പാപ്പനാണെങ്കിൽ അത് ഊരി അവളുടെ കയ്യിൽ കൊടുക്കും. വർഷങ്ങൾക്ക് മുൻപ് ഇതെനിക്ക് കടലിൽ വെച്ച് കെട്ടിയതാണ്, നിനക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിനക്കിത് എടുക്കാം. അവളാണെങ്കിൽ സന്തോഷത്തോടു കൂടെ തുള്ളിച്ചാടും. അതിനുശേഷം ഗോകുവിനെ വിളിച്ച് അത് കാണിച്ചു കൊടുക്കും. അവനാണെങ്കിൽ അത് ഡ്രാഗൺ ബോൾ ആണെന്ന് തിരിച്ചറിയും. വാവ്, ഇത് വാല്യുബിൾ ആയിട്ടുള്ള 3 സ്റ്റാർ ഡ്രാഗൺ ബോൾ ആണ്. അവൾക്കും അത് കണ്ട് ഭയങ്കര സന്തോഷം. റഡാറിൽ സൗത്ത് സൈഡിൽ കാണിച്ച ആ ഒരു ഡ്രാഗൺ ബോൾ ആണ് ഇതെന്ന് അവൾ പറയും. രണ്ടുപേരും പരസ്പരം പറയുമ്പോഴായിരിക്കും അപ്പാപ്പന് ആ ഡ്രാഗൺ ബോളിന് അത്രയും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാവുക. അപ്പാപ്പനാണെങ്കിൽ കാര്യം മനസ്സിലായി. ഇപ്പൊ അവരോട് പറയും, ഞാൻ ആ ബോള് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനത് ജസ്റ്റ് നിന്നെ കാണിക്കുക മാത്രമാണ് ചെയ്തത്, എനിക്ക് ആ ബോള് ഇപ്പൊ തന്നെ തിരികെ വേണം. അത് കേട്ട ബൊൽമാ പെണ്ണാണെങ്കിൽ, ദയവ് ചെയ്ത് ഇത് തിരികെ ചോദിക്കരുത്, വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് എന്റെ പാൻറ്റീസ് കാണിച്ചു തരാം. ഈ ഒരു ബോൾ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്, ഇതിപ്പോ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കടൽ വരെ ഇത് അന്വേഷിച്ച് വരേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ ഉടുപ്പൊക്കെ കാണിക്കുകയാണ്. അത് കേട്ട് അപ്പൂപ്പന്റെ മൂക്കിലൂടെ രക്തം അങ്ങനെ ചീറ്റി പുറത്തേക്ക് വരും. അപ്പൂപ്പനാണെങ്കിൽ, ഓ നോ, എനിക്കത് ആവശ്യമില്ല, എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് പറയും. ഉടനെ അവർ ഹാപ്പി ആയിട്ട് രണ്ടുപേരും ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. ബുൽമയാണെങ്കിൽ ഗോകുവിനോട് പറയും, നമുക്ക് ഈ ബോൾ കിട്ടിക്കഴിഞ്ഞു, സോ എത്രയും വേഗം ഞാൻ റെഡി ആയിട്ട് വരാം, അടുത്ത ബോൾ അന്വേഷിച്ച് നമുക്ക് പോകണമെന്ന് പറയും. ഇവിടെ ഗോകുവിനാണെങ്കിൽ ആ ഒരു ക്ലൗഡ് ഗിഫ്റ്റ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അവൻ അതിൽ ഹായ് ആയിട്ട് കിടന്നുറങ്ങുമ്പോഴായിരിക്കും ബുൽമയുടെ നിലവിളി കേൾക്കുക. അവനാണെങ്കിൽ നിലവിളി കേട്ട് അകത്തേക്ക് ഓടി വരും. അവളുടെ പാൻറ്റീസ് എടുത്ത് കാണിക്കും. എന്റെ പാൻറ്റീസ് അത് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പാൻറ്റീസ് ഇട്ടിട്ടില്ലായിരുന്നു, സോ അതിനർത്ഥം ഞാൻ അപ്പാപ്പന് കാണിച്ചു കൊടുത്തത് റിയൽ പ്രൈവറ്റ് പാർട്ടാണെന്ന് പറഞ്ഞ് അവളങ്ങനെ പൊട്ടിക്കരയും. ഗോകുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കുറച്ച് ചിരിയും വരും. ഗോകു ആണെങ്കിൽ നൈസായിട്ട് അവളോട് പറയും, സത്യത്തിൽ നൈറ്റ് നിന്റെ പാൻറ്റീസ് അത് അടിച്ചു മാറ്റിയത് ഞാനാണ്. അത് കേട്ട് ഗണ്ണെടുത്ത് അവൾ അവനെ അറിഞ്ഞ പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആ ബീസ്റ്റ് ടീമും ആണെങ്കിൽ ഹെർമിറ്റ് അപ്പാപ്പന്റെ വീട് മുഴുവൻ അരിച്ചു പെറുക്കും. പക്ഷെ അവർക്ക് ആ ഡ്രാഗൺ ബോൾ മാത്രം കണ്ടെത്താനാവില്ല. അപ്പാപ്പനും ആമയും തിരികെ വരുമ്പോൾ ഇപ്പൊ ആ ബീസ്റ്റ് ടീമും അവരുടെ വീടിന് മുൻപിൽ നിൽക്കുകയാണ്. ആ ലേഡി ആണെങ്കിൽ ഒരു ഗണ്ണെടുത്ത് അപ്പാപ്പന് നേർക്ക് പോയിന്റ് ചെയ്യും. മര്യാദയ്ക്ക് ആ ഒരു ഡ്രാഗൺ ബോൾ അതെനിക്ക് തായോ, ഞങ്ങൾ ആ ഡ്രാഗൺ ബോൾ അത് അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നത്. അതിന് അപ്പാപ്പൻ പറയും, അയ്യോ ഇല്ല, ആ ഡ്രാഗൺ ബോൾ അതിവിടെ ഇല്ല, അത് ബീച്ചിലുള്ള ഒരു പെൺകുട്ടിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അത് കേൾക്കേണ്ട താമസം അവരാണെങ്കിൽ അവരുടെ ഫ്ലൈറ്റിൽ കയറി അതൊരു ബോട്ടാക്കി മാറ്റി അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. ആ ബോട്ട് അവിടുന്ന് കടന്നു പോകേണ്ട താമസം അപ്പാപ്പനാണെങ്കിൽ ആളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ആ ബോട്ടിൽ ഒരു ദ്വാരം ക്രിയേറ്റ് ചെയ്യാണ്.
കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബൊൽമ പെണ്ണ്. അവൾ ആ ഒരു വീട് അത് വീണ്ടും ക്യാപ്സ്യൂളാക്കി മാറ്റും. അതിനുശേഷം ഗോകുവിനോട് ചോദിക്കും, നിന്റെ ഈ ക്ലൗഡില് നമുക്ക് രണ്ടുപേർക്കും ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഗോകു പറയും, നീ അപ്പാപ്പ പറഞ്ഞത് കേട്ടതല്ലേ, നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റൂ. അതിനവള് എനിക്ക് നല്ല മനസ്സാണെന്ന് പറഞ്ഞ് അതിലേക്ക് ചാടിക്കയറും. പക്ഷെ അടുത്ത നിമിഷം അവൾ തകർന്ന് താഴെ വീഴും. പിന്നെ വേറെ വഴിയില്ലാതെ ഗോകു ആ ക്ലൗഡിലും അവളാണെങ്കിൽ പഴയതുപോലെ അവളുടെ ബൈക്കിലും അടുത്ത ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് യാത്ര തുടരുകയാണ്. അതേസമയം ഇവിടെ ആ ബീസ്റ്റും ടീമും അവരവരുടെ ബോട്ടുമായിട്ട് മുൻപോട്ടേക്ക് കുതിക്കും. പക്ഷെ പതിയെ പതിയെ വെള്ളം ആ ദ്വാരത്തിലൂടെ ബോട്ടിന്റെ അകത്തേക്ക് കയറുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.